ഇന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായ ഒരു ഇവന്റായി മാറുകയായിരുന്നു അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്. നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും അത് തത്സമയം നൽകേണ്ടി വന്നു എന്നത് ഒരു വസ്തുതയാണ്. രാം ആയേങ്കെ എന്ന് തലക്കെട്ടിട്ട ഇന്ത്യ ടുഡേ ആണ് ഇന്ന് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം അന്ന് തർക്കമന്ദിരം പൊളിക്കുമ്പോൾ നേഷൻസ് ഷെയിം എന്നായിരുന്നു അന്ന് ഇന്ത്യ ടുഡേയുടെ തലക്കെട്ട്. പക്ഷേ ഇന്ത്യ ടുഡേ വർഷങ്ങൾ കഴിയുമ്പോൾ അന്നിട്ട ആ തലക്കെട്ടിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നിട്ടിരിക്കുന്ന തലക്കെട്ട് രാം ആയേങ്കെ എന്നാണ്. ഗ്രാൻഡ് സെലിബ്രേഷൻ ഓഫ് ഇന്ത്യ, ഡിവൈൻ അയോധ്യ, റിട്ടേൺ ഓഫ് രാം മന്ദിർ ഫോർ ഇന്ത്യ, എ വെയിറ്റ് ഫോർ 5 centuries, വേവ് ഓഫ് ഡിവോഷൻ അക്രോസ് നേഷൻ എന്നിങ്ങനെ പോകുന്നു പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. പിന്നെ ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ ശ്രീരാമന്റെ കാലചക്രത്തിലെ മാറ്റം അല്ലെങ്കിൽ പുതിയ കാലം കാണുന്നു എന്ന് പറയുമ്പോൾ ആ കാലം എന്താണ് എന്നത് കൂടി പറയണം. അതൊരു വികസിത രാജ്യം എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പാണ് പ്രധാനമന്ത്രി അവിടെ ഉദ്ദേശിച്ചത്. ഇന്ത്യ ലോകത്തെ മുഴുവൻ ക്രൈസിസിൽ സഹായിക്കുന്ന ഒരു രാജ്യമായി മാറുന്ന ഒരു കാലഘട്ടം. തിന്മയ്ക്ക് മേൽ നന്മയുടെ ജയം ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം തന്ന ഒരു കഥാപാത്രം തന്നെയാണ് ശ്രീരാമൻ എന്നുള്ളത് എൻ്റെ കൂടി വിശ്വാസമാണ്. പിന്നെ ശ്രീരാമൻ ഹൃദയത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകേണ്ട ആവശ്യമില്ല. അസഹിഷ്ണുത ഉണ്ടാകുന്നവരുടെ മനസ്സിൽ ശ്രീരാമൻ ഉണ്ടോ എന്നവർ പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമൻ തന്റെ വാസസ്ഥലത്തെത്തി എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി കാണിച്ച ക്ഷമയ്ക്കും ത്യാഗങ്ങൾക്കും ഒടുവിൽ ശ്രീരാമൻ എത്തി എന്നതാണ് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞത്. ഇന്ന് വ്യക്തമായി തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്.